ഹല്ലേലൂയ. ഒരു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പിതാവെ നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവെ, ഇന്നത്തെ ദിവസം തന്നതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവെ, ഇന്ന് യേശു ക്രിസ്തുവിന്റെ മരണ ദിവസം അല്ല എങ്കിൽ തന്നെയും മരിച്ച ആ ദിവസത്തിന്റെ ആ പ്രത്യേകത, മരണത്തിന്റെ പ്രത്യേകത, ദിവസത്തിന്റെ അല്ല മരണത്തിന്റെ പ്രത്യേകത കർത്താവെ, ആ ഡേറ്റ് കറക്റ്റ് അല്ല എങ്കിൽ തന്നെയും കർത്താവെ, ആ മരിച്ച മരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനുള്ള കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരിലെയും കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഉണർവും അങ്ങ് കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ആ ഹൃദയം ഹൃദയം ചില കർത്താവിന്റെ വേരയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കർത്താവെ, സാത്താന്യ കോട്ടകൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആ വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വചനം പറയുമ്പോൾ വിടുവിക്കപ്പെടുന്നതിനോട് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. വിടുവിക്കപ്പെട്ടു ഈ വചനം അനേകം ആൾക്കാരിലേക്ക് അങ്ങ് കൊടുക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ എല്ലാ അന്ധകാര ശക്തികളും ഇരുട്ടിന്റെ ആ പ്രവർത്തനങ്ങൾ ഓൺലൈനായിട്ട് വരുന്നുണ്ടെങ്കിൽ യേശുവിന്റെ തിരത്തൊഴിച്ചതിനെ ചേഞ്ച് ചെയ്ത് വെയിറ്റ് ചെയ്ത് കേട്ടിയാൻ ഇൻ ജീസസ് നെയിം കാശോട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഇൻ ജീസസ് നെയിം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മള് ഹല്ലേലൂയ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗുഡ് ഫ്രൈഡേയുടെ പ്രത്യേകത. ഞാനൊക്കെ കത്തോലിക്ക സഭ എന്നാണ് വരുന്നത്. കത്തോലിക്ക സഭ നമുക്കറിയാം. ആദ്യം പറഞ്ഞ പോലെ ഗുഡ് ഫ്രൈഡേ എന്ന് വെച്ചാൽ ഒരു ബിംബത്തെ മുത്തുമ്പോയിട്ട് വിഷ്ണു വഴിയുണ്ട്. വിഷ്ണു വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയാണ് ചെയ്ത കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരു ബിംബം വെക്കും. യേശു ക്രിസ്തു ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ബിംബം കുരിശുള്ള അതിങ്ങനെ കിടത്തും. അതിന്റെ അപ്പുറം അതിനേക്കാളും വലിയൊരു നേർച്ചപ്പെട്ടി വെക്കും. അതിനേക്കാളും വലിയൊരു നേർച്ചപ്പെട്ടി വെക്കും. ബിംബത്തെ മുത്തുന്നവർ നേർച്ച ഇട്ടാൽ പറ്റത്തുള്ളൂ, പൈസ കൊടുത്താൽ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിന് പൈസ കൊടുത്തിട്ട് അല്പം കൈപ്പീതരും കുടിച്ചിട്ട് ഇതായിരുന്നു പരിപാടി. വർഷങ്ങളായിട്ട് ഞാൻ കത്തോലിക്ക ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ബിംബത്തിന്റെ തലയുടെ രണ്ട് സ്ഥലത്തും വലിയ പൈസ ഇടാനായിട്ട് വലിയ പാത്രം, നോട്ട് കെട്ടുകൾ വന്ന് വീഴും. അത് ഇല്ലാത്തവര് ചിലപ്പോൾ എന്റെയൊക്കെ ചെറുപ്പത്തിൽ പൈസ ഇടാനില്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെ മുത്തുന്ന് ചിന്തിച്ചു വന്നിട്ടുണ്ട്. ആ അവസരത്തിൽ എത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പിന്നെല്ലാം ഇന്ന് കർത്താവ് എല്ലാരെയും ഈ തട്ടിപ്പെല്ലാം പൊളിച്ച് ഈ നോട്ടുകെട്ടല്ല യേശു ക്രിസ്തുവിന്റെ മരണം എന്നുള്ള ചിന്ത വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മരണം ഈ നോട്ടുകെട്ട് ബിംബത്തിന്റെ, പ്രൈസ് ദി ലോർഡ്, ഇടത്തും വലത്തും വെച്ചിരിക്കുന്ന ആ പാത്രത്തിന്റെ അകത്ത് പൈസ ഇട്ട് നിറച്ച് മുത്തി കൈപ്പിനീരും കുടിച്ച് പോകുന്നതല്ല യേശുവിന്റെ മരണത്തിന്റെ പ്രാധാന്യം എന്ന് ചിന്തിക്കട്ടെ. ഈ പിശാച് എങ്ങനെയാണ് സഭകളുടെ കണ്ണ് അടച്ചു വെച്ചിരിക്കുന്നത്, അതിപ്പോ തുറക്കാനായിട്ട് പോവാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 24. അതില് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം ഓൺലൈൻ വായിച്ച് എല്ലാവരും ഷെയർ ചെയ്ത് ഉത്സാഹിപ്പിക്കും. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ സത്യം അറിയാനാണ് വരും. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അങ്ങനെ സത്യം അറിയുന്നവര് ഇനി ഈ ബിംബത്തെ മുത്താൻ പോകത്തില്ല. ഞാൻ 2013 ബിംബം മുത്തൽ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും ഇരുട്ടിൽ നിന്ന് പുറത്തു വന്ന് ആ ബിംബത്തിന് കൊടുക്കുന്ന പൈസ, പ്രൈസ് ദി ലോർഡ്, ഈ പിശാചിന് കൊടുക്കുന്ന പൈസ, അത് പാവങ്ങൾക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ ബൈബിള് വാങ്ങിയിട്ട് ഒരു 10 പേർക്ക് കൊടുക്കാനായിട്ട് ഇടവരട്ടെ. വരുത്തതിനോട് സ്തോത്രം ചെയ്യാം. ഈ വചനം കേൾക്കുന്ന വഴിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് പറഞ്ഞ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 24, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24. ഇത് ഓൾറെഡി ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാണ്. ഓൾറെഡി പീപ്പിൾ ദോസ് ആർ വാച്ചിങ് ഓൺലൈൻ, യു ക്യാൻ ലുക്ക് ഇൻ ദ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ്. there is a English message, the same thing. Now I am preaching മലയാളം. ഇത് പറഞ്ഞാൽ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ ആണിപ്പിടരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പായിട്ട് യേശയ്യാ പ്രവാചകൻ ഓൾറെഡി ഇത് പ്രോഫസി ചെയ്ത് അതിപ്പോ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ 53:5 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഇതില് പ്രോഫറ്റ് ഐസയ prophesied the book of Isaiah chapter 53 verses 5. ഇതിൽ പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, യേശു ക്രിസ്തുവിന്റെ മേലായി. അവന്റെ അണിപ്പിടരുകളാൽ
നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസിലോ ഞാനൊക്കെ സ്ട്രീറ്റ് കർത്താവിന് വചനം പ്രസംഗം അനേകം ആൾക്കാർ സൗഖ്യം വന്നിട്ടുണ്ട്. ആദ്യം എനിക്ക് ഇതിന്റെ പ്രാധാന്യം അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് വചനം പറഞ്ഞു കഴിയുമ്പോൾ വചനം അഴിച്ച് സൗഖ്യം വരുന്നു. വചനത്താൽ സൗഖ്യം നടക്കുന്നു, വചനത്താൽ അത്ഭുതങ്ങൾ നടക്കുന്നു, വചനത്താൽ അടയാളങ്ങൾ നടക്കുന്നു, വചനത്താൽ വീര്യപ്രവർത്തികൾ നടക്കുന്നു അനേക സ്ഥലങ്ങളിൽ. കർത്താവ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അനേക സ്ഥലങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യുമ്പോൾ അനേകം സുവിശേഷക വേലക്കാരെ അസൂയപ്പെടുന്നത് കാര്യം കർത്താവല്ലേ ചെയ്യും. നമുക്ക് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. പ്രൈസല്ലോ ഇന്ന് ഏതൊക്കെ സുവിശേഷ വേലക്കാരിലൂടെ കർത്താവ് ചെയ്യുന്നുണ്ടോ ദൈവം നമ്മൾ അസൂയപ്പെടരുത്. കർത്താവിന്റെ നാമം അവരിലൂടെ മഹത്വപ്പെടണം. പ്രൈസല്ലോ കർത്താവിന്റെ നാമം മഹത്വപ്പെടാൻ കർത്താവ് നമ്മളെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഗുഡ് ഫ്രൈഡേയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ പുറത്തുപോയി കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ കർത്താവാണ് നമ്മളിലൂടെ മഹത്വപ്പെടുന്നത്, നമ്മളല്ല. പ്രൈസല്ലോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 53:3 പ്രൈസലോ അതില് 5-ാം വാക്യത്തിൽ പറയുന്നതും ഒന്ന് പത്രോസിന്റെ ലേഖനം 2-24 പറയുന്നതും ഒന്ന് തന്നെയാണ്. യേശുക്രിസ്തു ഞാനിപ്പെടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്കറിയാം പ്രവാചക ഗ്രന്ഥങ്ങളിൽ മൊത്തം നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുമ്പായിട്ട്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ പ്രവാചകന്മാരെ പ്രോഫസി ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഏതൊക്കെ പ്രവാചകന്മാര് യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും പ്രോഫസി യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള വരവും ഒക്കെ പ്രോഫസി ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം അത് മൊത്തം യേശുക്രിസ്തുവിന്റെ നിറവേറ്റപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ ഈ ബൈബിള് എഴുതപ്പെട്ടത്, ഓരോ ബൈബിൾ വേർഡ്സും അത് എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ് എഴുതപ്പെട്ടത്. ഓരോ ദൈവവചനവും എഴുതപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ കൃപയാലാണ്. ദൈവവചനം എഴുതപ്പെട്ടത് യേശുക്രിസ്തുവിനാലാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബൈബിൾ വേർഡ്സ്, നമ്മൾ ബൈബിൾ വേർഡ്സ് വായിക്കുമ്പോൾ പ്രൈസ് ലോർഡ്, ഞാൻ നമ്മൾ ബൈബിൾ വേഴ്സുകളെല്ലാം വായിക്കുമ്പോൾ, എഴുതപ്പെട്ടിരിക്കുന്ന ഈ ബൈബിൾ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഒരു പ്രത്യാശ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉള്ളില് ഹൃദയം തകർന്നിരിക്കുന്ന വ്യക്തിയാണ് നമുക്ക് ആശ്വാസങ്ങൾ കിട്ടും. ഹൃദയം തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് വചനത്താൽ നമുക്ക് സൗഖ്യം വരും. പ്രൈസ് ലോർഡ്, ഒരു ഉണർവ് വരും, നമുക്ക് ചെയ്യുവാനുള്ളൊരു കോൺഫിഡൻസ് വരും. പ്രൈസ് ലോർഡ്, അതാണ് അത് കരുത്തി. കോൺഫിഡൻസ് തരുന്നത് ആരാണ്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് പറയാനാണ് ബൈബിൾ പറയുന്നത്. വെച്ചാൽ അപ്പം യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരെല്ലാം പ്രവാചക പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് എഴുതിയിരുന്നു. യേശയ്യാ പ്രവാചകൻ എഴുതിയിരുന്നു. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ലോർഡ്. അപ്പം പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളും മൊത്തം യേശുക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷനിലും യേശുക്രിസ്തുവിന്റെ യേശു ശിശുവായിട്ട് ജനിച്ച ജനന സമയം തൊട്ട് പരസ്യ ജീവിതം തൊട്ട് മരണസമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചക പുസ്തകം എഴുതപ്പെട്ടത് നിറവേറ്റപ്പെടുകയായിരുന്നു. ഒന്നും ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല. പ്രൈസ് ലോർഡ്. എല്ലാം പ്രതാവായ ദൈവത്തിന്റെ ഹിതപ്രകാരം പ്ലാൻഡ് ആണ് കാര്യങ്ങൾ നടന്നത്. പ്രൈസ് ലോർഡ്. കേരളീയ ബൈബിൾ വായിക്കാൻ കാണാനായിട്ട് സാധിക്കും. സംശയമുള്ളവരെല്ലാവരും ബൈബിൾ വായിക്കേണ്ട ഉത്സാഹിപ്പിക്കും. ഞാൻ ഒരു മിനിറ്റ്. ബൈബിൾ പറയുന്നതാണ്, നമ്മുടെ പാപങ്ങൾ ചുവന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവന്റെ ആണിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 9:31 വാക്യം. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം യേശുക്രിസ്തു ഓൾറെഡി പ്രവചിച്ചിരുന്നു. പ്രവാചക പുസ്തകത്തിൽ യേശുക്രിസ്തു തന്റെ കുരിശുമരണത്തെക്കുറിച്ച് ഓൾറെഡി പ്രവചിച്ചിരുന്നു. എല്ലാ പ്രവാചക പുസ്തകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവാചക പുസ്തകം വായിക്കണം, കാണാൻ സാധിക്കും. അതുപോലെ മർക്കോസ് സുവിശേഷം യേശുക്രിസ്തു തന്റെ പരസ്യജീവിത കാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, പ്രീതിലോട് ഞാൻ ക്രൂശിൽ മരിക്കും. ഒന്ന് വായിക്കേണ്ടായിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 9:31 വാക്യം. അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതാണ് യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചും യേശുക്രിസ്തുവോടെ പ്രവചിക്കുകയാണ്. അപ്പം പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞത് മൊത്തം യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു, മരണം അറിയാമായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഗെത്സമനിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീഴുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മോടുള്ള സ്നേഹം, ഈ ലോകത്തിലായിരിക്കാൻ യേശുക്രിസ്തു വീണ്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ശിഷ്യന്മാരോടുള്ള സ്നേഹം, നമ്മോടുള്ള സ്നേഹം. പക്ഷേ പിതാവ് യേശുക്രിസ്തു മരിച്ചില്ല എങ്കിൽ നിത്യരക്ഷയില്ല, മരിച്ചില്ല എങ്കിൽ പാവമോചനമില്ല, മരിച്ചില്ല എങ്കിൽ ഈ ലോകത്തിലെ 8 ബില്യൺ ആൾക്കാർക്കും ഇനി ജനിക്കാൻ പോകുന്ന ആൾക്കാർക്കും രക്ഷയില്ല. അവരെല്ലാം മരിച്ച് നിത്യനരകത്തിലേക്ക് പോകും. അത് ഒഴിവാക്കാനായിട്ട് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഇഗ്നോർ ചെയ്തു, അവഗണിച്ചു.
പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മർക്കോസ് 7:9-31 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒരു മരണത്തിന് ഒരു ഗ്ലോറി ഉണ്ട്, ഒരു കഷ്ടതയ്ക്ക് ഒരു പ്രത്യാശയുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ജീവിതം തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആണിപ്പിടാടത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യാശ കിട്ടും, നിങ്ങൾക്കൊരു വഴി തുറന്നു വരും. നിങ്ങൾക്ക് ഇത്രമേ ശക്തിയുള്ളെന്ന് കർത്താവിനറിയാം. എങ്കിലും അവൻ എൻ്റെ നാമത്തെ കാത്തു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഒരുപാട് ദിവസം 3-ാം അധ്യായത്തിൽ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും, ഞാൻ തുറന്നാൽ ഒരു വ്യക്തിക്കും അടയ്ക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് വാതിൽ തുറക്കപ്പെടട്ടെ. അനേകം ആൾക്കാരുടെ ജീവിതത്തിലേക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. മിനിസ്ട്രിയിൽ വഴികൾ ഓപ്പണാകട്ടെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. സാമ്പത്തിക മേഖല ബ്രേക്ക് വരട്ടെ. അസുഖങ്ങൾ മാറ്റപ്പെട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് വരട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. പ്രൈസ് ലോർഡ്. ആത്മഹത്യ നടുവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യാശ കിട്ടി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ വീണ്ടും ഒരു ഉണർവ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. റോമക്കാരുടെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോമൻ ചാപ്റ്റർ 5:6-7 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുര്യമായിരിക്കും. പ്രൈസ് ലോർഡ്. റോമക്കാരുടെ ലേഖനം 8-ാം വാക്യം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ പാപികളായിരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും കർത്താവ് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ബാങ്ക് ബാലൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് പൈസയുള്ളവർ, ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള ആൾക്കാർ, പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ആൾക്കാർ അതിനുവേണ്ടി മൽപ്പിടിക്കുന്നു, അതിനുവേണ്ടി കൊല്ലുന്നു, അതിനുവേണ്ടി ചാകുന്നു, ഇഷണികമായി ജീവിതം കളഞ്ഞു കുടിക്കുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതും ദുരിതമായ കാലം. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത വ്യക്തിക്കോ ദുരിതമായ കാലം, മരിച്ചു നിത്യ നരകത്തിലേക്ക് പോകും. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്കാർക്കോ അത് ദുരിതമാണെങ്കിലും കർത്താവ് പ്രത്യാശയുള്ളതാക്കി മാറ്റും. പ്രൈസ് ലോർഡ്. ബൈബിൾ പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ അലയും, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇത് പറയുന്നത് വെച്ചാൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യേശുക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവർക്കും നിത്യജീവൻ തരുന്നു. യേശുക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കുന്നു. യേശുക്രിസ്തു എല്ലാവർക്കും വീണ്ടെടുപ്പ് വില കൊടുത്തു കഴിഞ്ഞു. യേശുക്രിസ്തു എല്ലാവർക്കും, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഇരിക്കുവാനൊരു സ്ഥലം തന്നു കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സകല പാവങ്ങളെയും നോക്കി നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ദിവസത്തെ ഓർത്ത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഇന്നലത്തെ കാര്യത്തോട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നെന്നും അനന്യം തന്നെ. അതാണ് പറയുന്നത് വെച്ചാൽ, യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40-31 വാക്യം പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവരോ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. നമുക്കൊരു പ്രത്യാശ യേശുക്രിസ്തുവിലുണ്ട്. എന്താണ് പ്രത്യാശ? യേശയ്യാപ്രവാചകൻ 41-10 വാക്യം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉയർത്തുന്നേറ്റ യേശു നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ തകരത്തില്ല, നമ്മൾ ബലഹീനനാകത്തില്ല. ഈ ദൈവത്താൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ആ റോമക്കാർ ലേഖനം 5-9 വാക്യം പറഞ്ഞു വെച്ചാൽ, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ രക്ഷപ്പെടും. പ്രൈസ് ലോർഡ്. 5:10 പറയുന്ന വെച്ചാൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുമെങ്കിൽ, പ്രൈസ് ലോർഡ്, നിരഞ്ഞ ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷപ്പെടും. എത്രയധികമായി പാപത്തിൽ രക്ഷപ്പെടും. എത്രയധികമായി നമ്മൾ നീതീകരിക്കപ്പെടും. എത്രയധികമായി നമ്മൾക്കുണ്ടാകുന്ന പരാജയത്തിൽ നമ്മൾ നീതിയിലേക്ക്, അതുപോലെ വിക്ടറിയിലേക്ക് നീങ്ങും, വിജയത്തിലേക്ക് നീങ്ങും. ബൈബിൾ പറയുന്നത്, ഫസ്റ്റ് ജോൺ യോഹന്നാൻ പറയുന്നത് വെച്ചാൽ, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മൾ ജയാളികളാണ്. നമ്മൾ പൂർണ്ണ ജയാളികളാണ്. ജയം നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് കിട്ടുന്ന യേശു ക്രിസ്തുവിലൂടെയും യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പിശാചുക്കൾ, സാത്താന്യ ലോകം ഏറ്റവും കൂടുതൽ പേടിക്കുന്നതെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ടോ ആ ദൈവമക്കളെ ഉപയോഗിക്കുന്നത്. അല്ല ചുമ്മാതെ കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടത്തില്ല. അത് രക്ഷിക്കപ്പെട്ട് സ്നേഹിക്കപ്പെട്ട് മുഴു സ്നാനം എടുത്ത്
യേശുക്രിസ്തു പരിശുദ്ധാത്മാന്റെ അഭിഷേകത്തിൽ നടക്കുന്ന ഒരാൾ യേശുക്രിസ്തുവിന്റെ രക്തം എടുത്ത് ഉപയോഗിച്ചാൽ അതിന് ശാത്താനി കോട്ടകൾ തകരും, ആഭിചാരി ശക്തികൾ തകരും, മന്ത്രവാദങ്ങൾ തകരും, കൂടോത്രങ്ങൾ തകരും, എതിർ പ്രാർത്ഥനകൾ തകരും. ഇറ്റ് വിൽ ബാക്ക് ടു റിട്ടേൺ. എവിടേക്ക് മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ യേശുക്രിസ്തു രക്തം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഉപയോഗിച്ച് ആൾക്കാരിലേക്ക് ചെന്ന് ഇതടിക്കും. നമുക്കൊന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് നിത്യ വിജയം തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. മരണത്തിന്റെ ആ ദിവസമല്ല, മറിച്ച് ആ മരണത്തിന്റെ പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്, അതാണ് യേശുക്രിസ്തു നമുക്ക് ഇവിടെ തന്നിട്ട് പോയിരിക്കുന്നത്. ഇന്ന് നമ്മൾ എന്തായാലും ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞാൽ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നേരുന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷപ്പെടും, എത്ര അധികമായിട്ട് നമ്മൾ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമക്കൾക്ക് പരാജയമില്ല. ഇന്ന് നമ്മൾ പരാജയപ്പെടുന്ന ശത്രുക്കൾ ചിന്തിക്കും, നമ്മുടെ ജീവിതം എഴുതി തള്ളിയെന്ന് മെഡിക്കൽ സയൻസ് ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ എന്ന് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന്റെ വചനം ഞാൻ ദൈവത്തിന് മാത്രം കൊടുക്കും. ഞാൻ കർത്താവിന്റെ കൃപയാൽ പ്രസംഗിക്കുമ്പോൾ അല്ലാതെ ഞാൻ പറയുന്നത് എങ്ങനെയാ? അപ്പൊ ഞാൻ കർത്താവിന്റെ വചനം സ്ട്രീറ്റ് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നെ കുറിച്ച് വരാന്ന് പറഞ്ഞ ഒരു വ്യക്തിയും വരത്തില്ല. ചെയ്തല്ലോ. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഇഷ്ടംമാരി ആൾക്കാരെ കാണിച്ചു തരും എന്നോടൊപ്പം പ്രസംഗിക്കാനായിട്ട്. പുതിയ ആൾക്കാർ രക്ഷിക്കപ്പെടാനായിട്ട് അനേകം. കഴിഞ്ഞ പ്രാവശ്യം സസക്സിലാണ് കർത്താവിന് വചനം പ്രസംഗിക്കുന്നത്. സസക്സ് എന്ന് പറഞ്ഞ കൗണ്ടി, നമ്മുടെ കേരളത്തിൽ സംസ്ഥാനം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ കൗണ്ടി കർത്താവിന് വചനം പ്രസംഗിക്കുമ്പോൾ അപ്പം രക്ഷിക്കപ്പെടാൻ ഇഷ്ടമാരി ആൾക്കാർ വന്നു. ഞാൻ കുറെ വീഡിയോകളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാരി ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഒത്തിരി പേര് രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞു. പോർട്സ്മൗത്തിൽ ഞാൻ 2017 കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത്. 2000 പേര് രക്ഷിക്കപ്പെട്ട് മുടി സ്നാനം എടുത്ത് കർത്താവിന്റെ വചനം പ്രസംഗിക്കും. ഒരാൾ സപ്പോർട്ട് ചെയ്യാനാണ്. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തുവിന് പാവമോചനം നമുക്ക് തരാൻ പറ്റും. യേശുക്രിസ്തു നിത്യജീവൻ നമുക്ക് യേശുക്രിസ്തുവിന് നിത്യജീവൻ തരാൻ പറ്റുമെന്ന് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. ഞാൻ പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടാനുള്ള ആൾക്കാർ ഒന്ന് സ്നാനപ്പെടുത്തി. അതിൽ ഒരാൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഹോംലെസ് ആയ ആൾക്കാരാണ്, ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്നാനപ്പെട്ടു. എല്ലാവർക്കും ജീവിതം കിട്ടി. കർത്താവ് പുതിയ വീടുകൾ കൊടുത്തു. അവർക്ക് അവരെ പഴയ ഹാബിറ്റിൽ നിന്ന് പറഞ്ഞാൽ അവരുടെ ദുശീലത്തിൽ നിന്ന് പുറത്തു വന്നു. മദ്യപാനെല്ലാം ഉപേക്ഷിച്ചു. ട്രക്ക് അടിച്ചെല്ലാം അവർ ഉപയോഗിച്ചു. സ്മോക്കിംഗ്, പുകവരി എല്ലാം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ സ്ട്രീറ്റ് ചെല്ലുമ്പോൾ, പോസ്റ്റ്മോ സിറ്റി ചെല്ലുമ്പോൾ എല്ലാ ഒരുപാട് എല്ലാ ആൾക്കാർക്ക് എന്നെ അറിയാം. പ്രത്യേകിച്ച് ഹോംലെസ് ആയ ആൾക്ക് സ്ട്രീറ്റിൽ കിടക്കുന്ന ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എന്നെ സഹായിക്കാനായിട്ട് ഓടി വരും. ഇതല്ലോ ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം ഈ കർത്താവ് ഒത്തിരി നല്ല ആൾക്കാരെ നമുക്ക് തന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിൽ ഒരാള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാൾ ഹോംലെസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ക്രിസ് എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പോർട്സ്മൗത്ത് NHS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് പറഞ്ഞ് അദ്ദേഹം മരിച്ചു പോകുന്ന മോർഫിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഫൈനൽ എൻഡ് ഓഫ് ലൈഫ് മോർഫിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തിന് ചർച്ചിന്റെ ഭാഷ എനിക്ക് ഭയങ്കര വിഷമം. കർത്താവ് എനിക്ക് തന്ന ആത്മാക്കളിൽ സ്നാനപ്പെടുത്തിയ ആത്മാവാണ്. പ്രയത്തിലോ ആത്മാവെന്ന് കഴിഞ്ഞാൽ ഒരു ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റി എനിക്ക് ഭയങ്കര പിശാചിനെ ശവപ്പെട്ടി കാണിച്ചു. നീ ഞാൻ ശവടക്കുന്നു, ശവപ്പെട്ടി ഞാൻ ശവടക്കുന്നു, ശവക്കെട്ട് ബറിയിൽ എന്ന് ഡെത്തും ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞത് ഐ ക്യാൻസൽ ദ ഡെത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മുട്ടിമെന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ കൊല്ലരുത്, മരിക്കാൻ ഇടവരുത്, ജീവനോടിരുന്ന് കർത്താവിനെ വായം പ്രസംഗിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ പോർട്സ്മൗത്ത് NHS ഹോസ്പിറ്റലിൽ അവിടെ ആർക്കും പ്രവേശനമില്ല, വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ആ വ്യക്തിയുടെ ക്രിസിന്റെ ചർച്ച് പാസ്റ്റാണ് ഞാൻ. അപ്പം ഞാൻ പോർട്സ്മൗത്ത് ഞാൻ ചർച്ച് പാസ്റ്റാണെന്ന് അവിടെ ചെന്നു. ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ ചെന്നു, എണ്ണ കൊണ്ടുപോയി. ബൈബിൾ പറയുന്നത് വചനം അയച്ചവൻ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം സൗഖ്യം അസുഖമുള്ളവർ നമ്മൾ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി ആ മൂപ്പന്മാർ അവരെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എണ്ണ തേച്ച് അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. മേല് മൊത്തം കണ്ടുമാനം നീരായിരുന്നു. ബൈബിൾ വചനം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ ക്യാൻസൽ ചെയ്തു, ആ മരണദൂതനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. അത് ക്രിസ്ത്യനെ കൊണ്ട് പറയിപ്പിച്ചു. ഈ കർത്താവ് ഒരു ജീവൻ തന്നാൽ ഈ ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമെന്ന് കർത്താവിന് വാക്ക് കൊടുക്കാൻ പറഞ്ഞു. നീ മരിക്കത്തില്ല, ജീവനോടിരുന്ന് കർത്താവിന്റെ വചനം പ്രസവിക്കുന്ന ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രൈസ്. അപ്പോഴത്തേക്കും അപ്പൊ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല അന്നേരം. പ്രൈസ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞു. കർത്താവ് എങ്ങേക്ക് നന്ദി, ജീവൻ കൊടുത്തതിന് നന്ദി പറഞ്ഞു. പ്രൈസിലോ. എനിക്കൊരു ബൈബിൾ, അദ്ദേഹത്തിന് ബൈബിളില്ലായിരുന്നു അന്നേരം. എൻ്റെ ബൈബിൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. എൻ്റെ ബൈബിൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രൈസിലോ, ഹല്ലേലൂയ, എൻ്റെ ബൈബിൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു അത് വായിക്കാൻ പറഞ്ഞു. ഈ ബൈബിൾ വായിക്കുമ്പോൾ ജീവൻ തരുമെന്ന് പറയും. അദ്ദേഹം ബൈബിൾ വായിച്ചു. പ്രൈസിലോ. അത്ഭുതം എന്ന് പറയട്ടെ, ആഴ്ചകൾ ആയിപ്പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നീര് മൊത്തം കുറഞ്ഞ് മോർഫിൻ ഡിസ്കണക്ട് ചെയ്തു.
ഡോക്ടർമാർ പറഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ മോർഫിൻ ഡിസ്കണക്ട് ചെയ്തു. നീരെല്ലാം കുറഞ്ഞു. 1 മാസം കഴിഞ്ഞ് കട്ടിലയിലിരുന്നു. പ്രൈസിലോ നേരത്തെ പിന്നെ ചെയറിലിരുന്നു. 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആയി. എന്നും ക്രിസ്തു ജീവനോടെ ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഈ യേശു ക്രിസ്തുവിന്റെ മരണം നമ്മൾ ജീവനോടെ ഇരിക്കാനായിട്ടാണ്. യേശു ക്രിസ്തുവിന്റെ മരണം നമുക്ക് ജയം നൽകാനാണ് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണം നമ്മൾ ജീവനോടെ ഇരുന്ന് ദൈവത്തെ പ്രഘോഷിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മരണം നമ്മൾ ജീവനോടെ ഇരുന്ന് കർത്താവിനെ പ്രഘോഷിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, നമുക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധിയായിട്ട് നൽകുവാനായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്, ഈ ലോകത്തിലേക്ക് ഒന്ന് മരിച്ചത്. കർത്താവ് പറഞ്ഞ് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പുവന്നുവെങ്കിൽ നേരുന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷപ്പെടും. ഈ പിശാചിന്റെ കള്ളക്കളിയിൽ നിന്നെല്ലാം കർത്താവ് രക്ഷപ്പെടുത്തും. എനിക്കൊക്കെ ആഭിചാര പ്രവൃത്തി എന്തോരം ചെയ്തു, മന്ത്രവാദ പ്രവൃത്തി എന്തോരം ചെയ്തു, പിന്നീട് മാതൃവാദം എന്നറിയും. പ്രൈസിൽ ആഭിചാര പ്രവൃത്തി ആദ്യം എനിക്ക് അറിയത്തില്ല. പ്രൈസിലോട്ട് എലരിയ അതിൽ നിന്നെല്ലാം മേശിക്കുറിച്ച് രക്തം ഒഴിച്ച് അടിച്ച് തരിപ്പണമാക്കി മുന്നോട്ട് കയറി. പ്രൈസിലോട്ട് എലരിയ ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. പ്രൈസിലോട്ട് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മളെ ഒന്നും ഉപദ്രവിക്കത്തില്ല. പ്രൈസല്ലോ ബൈബിൾ പറയുന്നു, നമ്മൾ പോകുന്ന വഴികളെ കർത്താവ് നമ്മളെ സംരക്ഷിക്കാനായിട്ട് ദൂതഗണങ്ങളെ നമുക്ക് വേണ്ടി അയക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വൈദ്യത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിനെ വിശ്വസിക്കുന്ന ഒരാൾക്കാരും ലജ്ജിക്കുവാൻ ഇടവരുത്തത്തില്ല. നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും വലിക്കത്തില്ല. കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തിട്ട് കഴിഞ്ഞു. ശത്രുക്കൾ ഇന്ന് ചെറിയ വിക്ടറി, ചെറിയ വിജയമൊക്കെ ഉണ്ടാകും. പക്ഷെ അവരൊക്കെ ഒന്നേയും ജീവിക്കുക, അല്ലെങ്കിൽ മരിച്ച് ലോകത്തിന് മാറ്റപ്പെടും. യേശുക്രിസ്തുവിൽ കർത്താവിൽ ആശ്രയിക്കുന്നവരോ വീണ്ടും കഴുകന്മാരെ പോലെ ചെറുപിടിച്ചു വരും. പ്രൈസിലോ കർത്താവ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് സങ്കീർത്തനം പുസ്തകത്തിൽ പറയുന്നു. പ്രൈസല്ലോ ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് ഗലാത്യ ലേഖനം 3:14 വാക്യം പറയുന്നതെന്ന് വെച്ചാൽ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിപ്പാൻ തന്നെ. പ്രൈസിലോട്ട്. അതാണ്. അപ്പം ഈ യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തു എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന് മരിച്ചു എന്ന് വെച്ചാൽ, അബ്രഹാത്തിന് ഒത്തിരി നിരവധി വാക്കുകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. അനുഗ്രഹത്തെ അനുഗ്രഹിക്കും, വർദ്ധിക്കപ്പെടും, നിനക്ക് കടലിലെ മണത്തരി പോലെ നിനക്ക് സന്തതികളെ കിട്ടും. പ്രൈസലോട്ട് ഹല്ലേലൂയ. കാലുവെക്കുന്ന ദേശം നിനക്ക് അവകാശമായിട്ട് തരും. പ്രൈസലോട്ട് ഹല്ലേലൂയ. ഈ അവകാശത്തിന്റെ മരണം മൂലം, പാവം മൂലം ഇതൊന്നും നമ്മളിലേക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു ഡാർക്ക്നെസ് അവിടെ വന്നു, വലിയൊരു ഇരുട്ട് വന്നു, ഇരുട്ടിന്റെ അധികാരം വന്നു. ഈ ഇരുട്ടിന്റെ അധികാരം കർത്താവ് ഒരു പരിധി വരെ പൊട്ടിച്ച് കളഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാളകളെയും ആടുകളെയൊക്കെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ, പഴയ നിയമത്തിൽ നമുക്കറിയാം ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്യുമ്പോൾ സാക്രിഫിഷ്യൽ ഓഫറിങ് കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ കർത്താവിന്റെ കോപത്തിൽ നിന്ന് മാറാനായിട്ട് സാധിച്ചു. പക്ഷെ മൊത്തമായിട്ട് പറ്റിയില്ല. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ വേണ്ടി യോഗ്യതയിലായിരുന്നു. ആ മരുഭൂമിയിൽ എല്ലാവരും കൊല്ലപ്പെട്ടു, എല്ലാവരും കർത്താവിന്റെ ക്രോധത്തിൽ മാറ്റപ്പെട്ടു. പക്ഷേ ദൈവത്തിന് പ്രസാദം യേശു ക്രിസ്തുവിലൂടെ നമുക്കുണ്ടായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് നമ്മോടുണ്ടായ സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരും മരിക്കപ്പെടരുത്. പ്രൈസിലോ പുത്രന്റെ രക്തത്താൽ എല്ലാവരും വീണ്ടെടുക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എല്ലാവർക്കും നിത്യജീവൻ കിട്ടണം എന്ന് പിതാവായ ദൈവത്തിന് നമ്മോടുള്ള നിത്യ സ്നേഹം വഴിയായിട്ട് പ്രസാദം തോന്നി. അത് വഴിയായിട്ടാണ് പ്രൈസിലോട്ട് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലേക്ക് വരവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും. ഗലാത്യ ലേഖനം 3:14 വാക്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രാഹിമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. പ്രൈസ് ലോർഡ്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തു യേശുവിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ, ക്രൂശിച്ചൊരിഞ്ഞ രക്തത്താൽ, രക്തത്തിന്റെ ശക്തി, രക്തം ചിന്താതെ പാപമോചനമില്ല, രക്തം ചിന്താതെ വീണ്ടെടുപ്പില്ല. പഴയ നിയമത്തിൽ നമുക്കറിയാം കട്ടൽപ്പടികളെ രക്തം തളിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ്ലോഡ് സംഹാരൻ അതിൽ നിന്ന് വിട്ടുമാറി. പ്രൈസ്ലോഡ് ഇസ്രായേൽ ജനത്തിന് രക്ഷ കിട്ടി. പ്രൈസ്ലോഡ് രക്തം ചിന്താതെ പാപമോചനമില്ല, രക്തം ചിന്താതെ നമുക്ക് വീണ്ടെടുപ്പില്ല, രക്തം ചിന്താതെ വിജയമില്ല. പ്രൈസ്ലോഡ് ഒരിക്കലായിട്ട് ഇനിയൊരു യാഗമില്ല, ഒരിക്കലായിട്ട് യേശു ക്രിസ്തു മരിച്ചു നമുക്ക് വീണ്ടെടുപ്പ് വരാനായിട്ട്. ഇനി നമ്മൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളും അത്രേ. പ്രൈസ് ലോർഡ്. നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട മനുഷ്യാനം എടുക്കുന്ന എല്ലാവരും ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. രക്തത്തിന്റെ സംരക്ഷണം നമുക്ക് കിട്ടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം നിത്യത്തിലേക്ക് പോകും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുന്ന ഒരു വ്യക്തികളും. പ്രൈസ് ലോർഡ്. പഴയ കർമ്മങ്ങളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കത്തോലിക്ക സഭയിൽ നിന്നാണ് വന്നത്. കത്തോലിക്ക സഭ ബിംബങ്ങളുടെ ഒരു കൂടാണ്. ചർച്ച് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്, അത് മൊത്തം ഭൂരിഭാഗം ബിംബം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓരോ ബിംബത്തിനും മുമ്പിലും പ്രൈസ് ലോർഡ് ഓരോ പാത്രം വെച്ചിരിക്കുന്നു, നേരെ പൈസ ഇടാനായിട്ട്.
നമ്മൾ വീട്ടിൽ അധ്വാനിച്ചുണ്ടാകുന്ന പൈസ മൊത്തം ഈ ബിംബത്തിന് കൊണ്ട് ഇട്ടിട്ട് അതിന് മീനക്കൂടെ നടക്കും. ബിംബത്തിന് ഓരോ വീട്ടിലുണ്ടാക്കുന്ന ഓരോ സാധനം കൊണ്ടുപോകും, അതിന് മുമ്പിൽ കൊണ്ടുപോയിട്ട്. ബിംബം തിന്നും, അത് ഇനിയല്ല. ആര് തിന്നും? അവിടെ നിൽക്കുന്ന ആൾക്കാരെടുത്ത് കഴിക്കും. പ്രിയമുള്ളവരെ, ഇതല്ല യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മളൊന്നും ചെയ്യണ്ട. ഈ ബിംബത്തിന് മുമ്പിൽ മുത്തിയിട്ട് കൈപ്പിന്നീര് കുടിച്ച് നമ്മൾ നിരാശയോടെ പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. 2 പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിച്ച് മറ്റുള്ളവർക്കും കൊടുത്ത് ആ സ്നേഹം പങ്കുവെച്ച് കർത്താവിന്റെ സത്യസുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞ് കൈപ്പിന്നീരൊന്നും കുടിക്കാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജയാളിയായിട്ട് ലോകത്തിലേക്ക് നടക്കേണ്ട കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് എടുക്കണം. അത് കർത്താവ് നമുക്ക് വേണ്ടി അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഫാസ്റ്റിംഗ് എടുക്കാനല്ല, മറിച്ച് കർത്താവിന് ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഫാസ്റ്റിംഗ് എടുത്ത് എന്റെ ദൈവമേ എങ്ങനെ പറ്റിയില്ല, അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചിന്തിച്ചോണ്ട്. മറിച്ച് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ, ഗുഡ് ഫ്രൈഡേ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ ദൈവത്താൽ മരണത്താൽ എനിക്ക് വേണ്ടി മരിച്ചതിന് ഓർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വേണ്ടി കർത്താവിന്റെ രക്തം ചിന്തയിനോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പ്രൈസ് ലോർഡ് ആ രക്തത്തിന്റെ ശക്തിയും അഭിഷേകവും നമ്മൾ സ്വീകരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞ ഞാൻ മുമ്പ് ദൂരസ്ഥരായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ സമീപസ്ഥരായി തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യർ 2:14 പറയുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യർ 2:15 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. 16 വാക്യം പറയുന്നത്, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിപ്പാനും തന്നെ. യേശുക്രിസ്തുവായിട്ട് പിതാവായ ദൈവമായിട്ട് നമുക്ക് റീകൺസിലിയേഷൻ വന്നു, ഒരു നിരപ്പ് വന്നു. ഇന്ന് പഴയ പോലെ ക്രോധം പിതാവായ ദൈവത്തിനില്ല. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, പ്രൈസിലോട് നമ്മൾ റിപ്പന്റ് ചെയ്യുമ്പോൾ പിതാവായ ദൈവം നേരിട്ട് ക്രോധം നമ്മളിലേക്ക് തരത്തില്ല, മറിച്ച് നമ്മൾ പുത്രന്റെ രക്തത്താൽ നമ്മൾ കഴുകി വിശദീകരിച്ച് ആ കൃപയാൽ വീണ്ടും നമ്മൾ ചെയ്യാളിയായിട്ട് നടക്കുകയാണ് എന്ന് വിചാരിച്ച് നമ്മൾ പാവ ലൈസൻസ് അല്ല പിന്നെ അതിലേക്ക് പോകാൻ. പ്രൈസിലോട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ സകല പാവം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മക്കൾ അധികം യേശുക്രിസ്തുവിന്റെ മരണം എല്ലാവരും യേശുക്രിസ്തു മറ്റുള്ളവർ പറഞ്ഞിരുന്നു. യേശുക്രിസ്തു മരണവും കുരിശ് മരണവും ആ ഉയർത്തെഴുന്നേൽപ്പും എല്ലാം യേശുക്രിസ്തു ഓൾറെഡി മറ്റുള്ളവരോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് പറഞ്ഞ മക്കൾക്ക് 8:31 വാക്യം പറഞ്ഞ, മനുഷ്യപുത്രം പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവനെ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. ശിഷ്യന്മാരുടെ മൊത്തം യേശുക്രിസ്തുവിനെ കുരിശുമരണത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്തൊക്കെ നടക്കുന്നതിനെ പറ്റി. എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രീ പ്ലാൻഡും പദ്ധതി പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് യേശുക്രിസ്തുവിനെ അറിയാറ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ മരണത്തിന് മുമ്പ് ആർക്ക് യേശുക്രിസ്തു തള്ളി കൊല്ലാനായിട്ട് ശ്രമിച്ചു നടക്കത്തില്ല. അതാണ് പെസഹ നാളിൽ പ്രൈസ് ലോർഡ് കഴുതയുടെ പുറത്ത് കയറി യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാരും യേശുക്രിസ്തുവിനെ കൈവച്ചില്ല, സമയമായില്ല. ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ യേശുക്രിസ്തുവിന് മുമ്പിൽ തടിച്ചുകൂടി യേശുക്രിസ്തു ചെയ്ത മഹാ അത്ഭുതങ്ങളെ പ്രഘോഷിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് സുവിശേഷ വേല ചെയ്യുന്ന ഓരോ വ്യക്തിയും സമയത്തിന് മുമ്പ് നമ്മൾ ലോകത്തിൽ മാറ്റപ്പെടത്തില്ല. നമ്മുടെ എതിരാളികളൊന്നും നമ്മളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് അവരുടെ നാശത്തിനും നമ്മുടെ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യേശുക്രിസ്തുവിന് മുമ്പേ മുട്ടുമടക്കിയാൽ പ്രൈസ് മനുഷ്യരുടെ മുമ്പ് മുട്ടുമടക്കാനായിട്ട് വരത്തില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു രക്തം നമ്മളെ സംരക്ഷിക്കും. യേശുക്രിസ്തു രക്തം നമുക്ക് ജയം തരും. യേശുക്രിസ്തു രക്തം നമുക്ക് വീണ്ടെടുപ്പ് തരും. യേശുക്രിസ്തു രക്തത്തിന് ഉയർപ്പ് തരും. യേശുക്രിസ്തു രക്തത്തിൽ നമ്മളെ സകല പാവം പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് നമുക്ക് നിത്യവും തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. കൊളോസ്യർ ലേഖനം 1:20 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ക്രൂശിച്ചെറിഞ്ഞ രക്തം അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നേരിപ്പിപ്പാനും പിതാവിനും പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ പറയുവാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിന്റെ 2:10 വാക്യം പറയാണ്, ഈ നിരപ്പ് വന്നതിന് ശേഷം യേശുക്രിസ്തു നാമം ഫിലിപ്പിന്റെ ലേഖനം പറയാണ്, ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനെ അപ്പോസ്തലൻ പോൾ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ ലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം നാമം ക്രിസ്തു യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ നാമത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇന്ന് എല്ലാ വാഴ്ചകളും അധികാരങ്ങളും
കർത്താവ് ആയുധകരവും വെപ്പിച്ചു. ക്രൂശിൽ വെച്ച് അവയുടെ മുമ്പിൽ ജയത്തിന്റെ ഉത്സാഹം കൊണ്ടാടി. പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്ക് വേണ്ടി എന്തൊക്കെ ചട്ടങ്ങളും വിരോധമായ പ്രതികൂലമായ കൈയെഴുത്തുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കർത്താവ് മാറ്റം തരും, അതെല്ലാം കർത്താവ് മായ്ക്കും. അതാണ് യേശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പഴയതെല്ലാം കടന്നുപോയി, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നേരുറവിയിൽ സൃഷ്ടിക്കുകയില്ലയോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വിജയം തരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം നമ്മളെ ജയാളിയായിട്ട് നടത്തുന്നു. യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് പുത്രത്വത്തിനുള്ള അവകാശം തന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ മരണം പിതാവായ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള അവകാശം നമുക്ക് തന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ തിരക്തത്താൽ എന്നേക്കായി വീണ്ടെടുപ്പ് കിട്ടി. യേശുക്രിസ്തുവിന്റെ തിരക്തത്താൽ നമ്മുടെ വാഴ്ചകളെയും അധികാരം കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ തിരക്തത്തിന്റെ ശക്തിയാൽ മരണത്താൽ സാത്താന്യ കോട്ടകളെ തല കർത്താവ് തകർത്തു. അതാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. സാത്താൻ the son of man manifested in this world to destroy the work of the devil. സാത്താന്റെ എല്ലാ പ്രവർത്തികളെയും തകർക്കാനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കടഭാരങ്ങൾ, ബുദ്ധിമുട്ട കാര്യങ്ങൾ, വിശയില്ലാത്ത അവസ്ഥ, ആൾക്കാർ വന്ന് നമുക്കെതിരെ തകർക്കാൻ ശ്രമിക്കും. കുറച്ചു നാളേക്ക് അവർ ഡിലേ വരുത്തും. ഒന്നെങ്കിൽ അവർ ഈ മരിച്ച ലോകത്തിൽ നിന്നൊരാ മാറ്റപ്പെടും, അല്ലെന്നുണ്ടി അവരൊന്നും കാണത്തില്ല. അതിനകത്ത് തന്നെ കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തും. ഈ ദൈവത്തിന്റെ രക്തം നമ്മളെ സംരക്ഷിക്കും. ഈ ദൈവത്തിന്റെ രക്തം നമ്മളെ ഉയർത്തി തരും. ഈ ദൈവത്തിന്റെ രക്തം നിങ്ങളെ അസുഖത്തിൽ നിന്ന് മാറ്റപ്പെടുത്തും. ഈ അസുഖത്തിൽ നിങ്ങൾക്ക് അസുഖം മാറ്റി നിങ്ങൾക്ക് പുതിയൊരു ജീവൻ തരും. ഈ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് ഉയർച്ച തന്നെ തരും. മറ്റുള്ളവർ മുമ്പിൽ ലജ്ജിക്കാൻ നിങ്ങളെ ഇടവരുത്തത്തില്ല പ്രിയമുള്ളവർ. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം ബിംബത്തെ മുക്കി പൈസ അച്ഛന്മാർക്കും വിപുരോധന്മാർക്കും കൊടുക്കാനായിട്ടല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല ഭാവങ്ങളെയും പോക്കി ശുദ്ധീകരിച്ച് ആത്മാവിൽ സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് ബിംബത്തെ മുത്താതെ സത്യദൈവത്തെ നമ്മളെ പ്രഘോഷിച്ച് ഈ ദൈവം നമ്മളെ വീണ്ടെടുക്കുമെന്ന ചിന്തയോടുകൂടി പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സകല ജനത്തോടും സത്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് എല്ലാവർക്കും അതിനുള്ള കൃപ തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. അതുവഴിയായിട്ട് കർത്താവ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിംബമല്ല ഇന്ന് കാണുന്ന ഒരു ബിംബത്തിലുള്ള മുഖത്തോളം പോരുത്, ഒരാൾക്ക് 5 പൈസ കൊടുക്കാനായിട്ട് പോരുത്. യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് ജയം തന്നു കഴിഞ്ഞു, വിജയം തന്നു കഴിഞ്ഞു, നിത്യവും തന്നു കഴിഞ്ഞു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ലോർഡ് സാത്താന്റെ മേലെ വിജയം തന്നു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്നു മുതൽ ഒരു ബിംബത്തെ ആരാധിക്കാൻ പോകരുത്. രക്ഷിക്കപ്പെട്ട മൊഴി സ്നാനം എടുത്ത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം. എല്ലാവരും നമുക്ക് എതിരെ നിൽക്കും. വീട്ടുകാരെല്ലാം എതിരെ നിൽക്കും, നാട്ടുകാരെല്ലാം മിക്കവാറും എല്ലാവരും എതിരെ നിൽക്കും. കാരണം ഈ ലോകം മൊത്തം പിശാചിന്റെ അധീനെ കിടക്കുകയാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. സത്യം അറിഞ്ഞ ആൾ ഒരിക്കലും പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല. ഈ സത്യദൈവത്തെ ആരാധിച്ച് മഹത്വത്തിലേക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവെയും പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെയും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഗുഡ് ഫ്രൈഡേ പ്രാധാന്യം അങ്ങ് ഷെയർ ചെയ്തതിനോട് കർത്താവ് നന്ദി പറയുന്നു. അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാൻ കുറവ് കൊടുക്കണമെന്ന് കർത്താവ്. പിന്നെ പിന്നെ ദൈവമേ, കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശക്തിയും വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവ്. തകർന്ന അവസരങ്ങൾ മാറട്ടെ കർത്താവ്. കർത്താവ് മെഡിക്കൽ സയൻസ് റിജക്റ്റ് ചെയ്ത അസുഖങ്ങൾ യേശുവിന്റെ തിരക്തത്താൽ കർത്താവ് സൗഖ്യം വരട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അനേക കർത്താവിന്റെ വചനം അനേക സ്ഥലങ്ങൾ പ്രഘോഷിക്കുന്ന ആൾക്കാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനോർത്ത് കർത്താവെ സ്തോത്രം ചെയ്തു. പുതിയത് വെളിപാട് കൊടുക്കുന്നവർക്ക് കർത്താവെ സ്തോത്രം ചെയ്ത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ കുരിശുമരണം കർത്താവെ നമ്മളെ നാശത്തിലേക്കല്ല മറിച്ച് നിത്യരക്ഷയിലേക്ക് നമുക്ക് തന്നു എന്നുള്ള ബോധ്യം എല്ലാവർക്കും കൊടുത്തിട്ട് കർത്താവെ നിത്യത്തിലേക്ക് നയിക്കാൻ കർവ് കൊടുക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വചനം ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തിയെയും കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സിക്ക് പീപ്പിളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സൗഖ്യം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഡിപ്രഷനിലെല്ലാം മാറ്റപ്പെട്ട കർത്താവെ പുതിയ അവരുടെ ജീവന്റെ ഉറവെ അവരിലേക്ക് ചെല്ലട്ടെ കർത്താവ്. നിത്യജീവൻ മാത്രമല്ല കർത്താവെ, ജയാളിയായിട്ട് ഈ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ നന്മയും കരുണയും കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ചെല്ലട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം. ഇൻ ജീസസ് നെയിം ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ഈ വചനം ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.